നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. സർവരുഹ റൂഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇനി പഞ്ചമിതിഥി അപ്ഡേറ്റ് നോക്കാം. 5 ദിവസം മാത്രമേ ഇനി തേയ്പിറ പഞ്ചമിക്ക് ടൈമുള്ളൂ. വരുന്ന വെള്ളിയാഴ്ച ജൂൺ മാസം 5-ാം തീയതിയാണ് തേയ്പിറ പഞ്ചമി തിഥി വരുന്നത്. ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണിയോട് കൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേര് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഡൗട്ട് ഉള്ളവർ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഇൻഫർമേഷൻ എല്ലാം റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. ഇനി ഇന്നത്തെ പതിവ് എന്താന്ന് നോക്കിയാല്, ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ച ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഒത്തിരി വീഡിയോസ് നമ്മൾ തിങ്കളാഴ്ചയ്ക്ക് വഴിപാടുകളെ പറ്റി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വകയില് ഇന്ന് പറയാൻ പോകുന്ന ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ തന്നെ അതിന്റെ പവർ വന്നിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തിനാ ഇത് പറയണെച്ചാല്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു പണക്കാരനാവണം, ഒരു കോടീശ്വരനാവണം, ഒന്ന് അന്തസ്സോടു കൂടി ജീവിക്കണം. അതായത് നിറയെ പേര് നമ്മൾ കണ്ടിരിക്കും, ഇവര് മട്ടും തൊട്ടതെല്ലാം പൊന്നായി പോകുന്നു, ഭയങ്കര വിജയം, കോടീശ്വരരാകുന്നു. അവരെന്ത് ചെയ്താലും ജയം മാത്രമാണ് അവർക്ക് കിട്ടുന്ന ബലം. അവന് മാത്രം എല്ലാത്തിലും സക്സസ്. എങ്ങനെയാണ് അവന് മാത്രം ആ സക്സസ് വരുന്നത് അതറിയില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ കണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന ലിസ്റ്റില് നമ്മളും വരും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ പതിവില് ഞാൻ പകർന്നു തരുന്നത്. അവശ്യം ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോളേ ഇത് നിങ്ങൾക്ക് പല വകയിൽ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി വരത്തുള്ളൂ. ഇതൊക്കെ വന്നിട്ട് ഒരു ചില പൊരുൾകൾ വേണം, നമ്മളൊരു ചില വിഷയങ്ങൾ ഫോളോ ചെയ്യുന്ന മാതിരി ഇരിക്കും. എന്തെല്ലാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ. ഇപ്പോ വന്നിട്ട് ശിവഭഗവാനോട് പല വകയായ കാര്യങ്ങൾ വന്നിട്ട്, വഴിപാടുകൾ വന്നിട്ട് നമ്മൾ സോമവാര തിങ്കളിൽ ചെയ്തിട്ടുണ്ട്. സോമവാര തിങ്കൾ എന്ന് പറഞ്ഞാലേ വെട്രി, വിജയം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വന്നിട്ട് 101% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യം. ആരാണ് ഒരാള് തന്റെ ജീവിതത്തില് സന്തോഷം കണ്ടിട്ടില്ല, ഒരു വിജയം പോലും തൊട്ടിട്ടില്ല, തുടരെ തുടരെ തോൽവിയെയാണ് അദ്ദേഹം കണ്ടിട്ടേയിരിക്കുന്നത്, അനുഭവിച്ചിട്ടേയിരിക്കുന്നത്. നിറയെ ലൈഫിൽ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഇതിന്റെ മേലെ അനുഭവിക്കാനായിട്ട് ഒന്നുമേ ബാക്കിയില്ല. ഇങ്ങനെയുള്ള കഷ്ടത്തിലിരിക്കുന്നവര് സോമവാര തിങ്കളില് നിങ്ങള് മനസ്സാലെ ശിവഭഗവാനെ കരുതിയിട്ട് വഴിപാട് ചെയ്യുക. അതിന് ഒരു നല്ല ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതും ഇന്ന് നമ്മൾ പറയുന്ന ഈ വഴിപാടിന്റെ പേരെന്ന് പറഞ്ഞാല് മഹാലിംഗ സൂത്രം എന്നാണ് പറയുന്നത്. മഹാലിംഗം എന്ന് പറയുന്നത് നമ്മൾ ശിവഭഗവാനെ ലിംഗരൂപത്തില് വഴിപാട് ചെയ്യുന്നത്. ഈ മുറ ഈ മഹാലിംഗ സൂത്രത്തില് വന്ന് നോക്കിയാല് ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു മഹാലിംഗ സൂത്രത്തിനെ പറ്റി ഭയങ്കര സൂക്ഷ്മമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിട്ട് നിറയിടത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. എന്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നതാണ്. സോ നന്നായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് ചെയ്യുന്നതിന് ഒരുപാട് മുറകളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ചില കാര്യങ്ങൾ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഷോർട്ടായിട്ട് ഒരു വരിയിൽ കൊടുത്തിരിക്കുകയാണ്. അത് വന്നിട്ട് നിങ്ങൾ ചൊല്ലിയാലേ മതി. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള വിഷയം വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് ഏത് വിഷയത്തിന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ജോലിയിലുള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല, സോ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ നല്ലതായിരിക്കും. ഇവിടെ നിന്ന് വിദേശത്തോട്ട് പോയാൽ നല്ല ജോലി കിട്ടിയാൽ നന്നായിരിക്കും. മനസ്സിലെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമേ ഇല്ല, എനിക്ക് കുറച്ച് സമാധാനവും സന്തോഷവും കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ നിങ്ങൾ എന്ത് പ്രശ്നത്തിലിരുന്നാലും ശരി, സകലവിധമായ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു മുറയാണിത്. ഇപ്പോ ഈ മുറ ചെയ്യാനായിട്ട് നമുക്ക് എന്താ വേണ്ടിയതെന്നുള്ളത് പറയാം. നമുക്ക് തേവയാന പൊരുൾ എന്താ വെച്ചാല് കർപ്പൂരമാണ്. കർപ്പൂരം ഒരേ പടയിൽ വേണം. അതുപോലെ നിങ്ങൾ ഒരേ സമയത്ത് തന്നെ 2-3 കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു ചില പേർക്ക് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല 2-3 കാര്യങ്ങൾക്ക്
ഒരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾ കർപ്പൂരത്തിന്റെ എണ്ണം അധികമാക്കിക്കൊള്ളുക. ഒറ്റപ്പടയിൽ തന്നെ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓഡ് നമ്പേഴ്സിൽ 1, 3, 5, 7 അങ്ങനെ. ഒന്നിൽ നിങ്ങൾ വന്നിട്ട് ഒരു വിഷയത്തിന് വേണ്ടി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ 3 വിഷയത്തിന്, ഇല്ലെങ്കിൽ 5 വിഷയത്തിന്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ഒരു വിഷയത്തിനാണെങ്കിൽ ഒരു കർപ്പൂരം മതി, 3 വിഷയത്തിനാണെങ്കിൽ 3 കർപ്പൂരം, 5-നാണെങ്കിൽ 5 കർപ്പൂരം. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളുടെ കാര്യം ഒരു കോരിക്ക വയ്ക്കുമല്ലോ നമ്മള്, അത് തന്നെ നിങ്ങൾ ഒറ്റ ബാക്കില്ല, അതായത് ഓഡ് നമ്പേഴ്സിൽ നിങ്ങൾ വേണ്ടതിൽ വയ്ക്കാൻ പാടുള്ളൂ. എനിക്കൊരു ജോലി കിട്ടണം, എനിക്ക് പെട്ടെന്ന് പ്രമോഷൻ കിട്ടണം, എനിക്ക് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ഊരിലേക്ക് പോകണം ജോലിക്ക്, ശരിയാ? ഇങ്ങനെ 3 വിഷയം ഒറ്റ സ്ട്രെച്ചിൽ പറയുക. എന്നിട്ട് ഒറ്റപ്പടയിൽ കർപ്പൂരത്തിനെയും കൂടെ എടുത്തു വെക്കുക. ദെൻ വേണ്ടിയത് എന്താ വെച്ചാല് വെറ്റിലയാണ്. ഒരേ ഒരു വെറ്റില മതി. അതിന്റെ കാമ്പ് അടർത്തി മാറ്റിക്കൊള്ളുക. എന്നിട്ട് നല്ല ശുദ്ധമായിട്ട് കഴുകി തുടച്ചെടുത്തോളുക. ഈ വെറ്റിലയും കർപ്പൂരവും ചേർന്നാണ് നമുക്ക് വിജയം വന്ന് തരാൻ പോകുന്നത്. കാരണം താന്ത്രിക രീതി എടുത്ത് നോക്കിയാല് കർപ്പൂരം വന്നിട്ട് ഒരു എന്താ പറയുക, ദൃഷ്ടി എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു പൊരുള്. എല്ലാ തടസ്സങ്ങളെയും ഉടച്ചെറിയാൻ പോകുന്ന ഒരു കഴിവ് വന്നിട്ട് കർപ്പൂരത്തിനിരിക്കുന്നുണ്ട്. ഇന്നൊന്ന് വിജയത്തിന് കൊടുക്കാൻ പറ്റുന്നത് കർപ്പൂരം. അടുത്തത് വെറ്റില. വെറ്റില മീൻസ് വെട്രി, അതറിയാലോ. ഏതൊരു കാര്യം വന്നിട്ട് നിങ്ങൾ വെറ്റില കൊണ്ട് ചെയ്താലും നിങ്ങൾക്ക് വെട്രി എന്നത് നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് വരുന്നത്. ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ വെറ്റില എടുത്ത് താഴെ വെച്ചതിന് ശേഷം അതിന്റെ മേലെ നിങ്ങൾ കർപ്പൂരം വെച്ച് കത്തിക്കണം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വെറ്റിലയുടെ മീതെ കർപ്പൂരം വെച്ചിരിക്കണമെങ്കിലും ഇരിക്കാം. അതല്ല ഒരു നമ്മൾ കർപ്പൂരമൊക്കെ കത്തിക്കാൻ യൂസ് ചെയ്യുന്ന അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിലും ഇരിക്കാവുന്നതാണ്. വേറൊന്ന് പച്ചക്കർപ്പൂരം അല്ല, അത് ഓർത്തോളുക. നമ്മള് പൂജയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, നമ്മൾ കത്തിച്ചെടുക്കുന്നില്ലേ, ആ കർപ്പൂരമാണ്. ഇതും അല്ലെങ്കിൽ നിങ്ങൾ വലിയ അകലിൽ വെച്ചിട്ട് ധൂപം കാണിക്കുന്ന മാതിരി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിക്കാവുന്നതാണ്, ശരിയാ? ഇത് എരിക്കേണ്ട കാരണം എന്താച്ചാല്, ഞാൻ പറഞ്ഞില്ലേ മഹാലിംഗ സൂത്രത്തില് ഒരു മുഖ്യമായ ഒരു വരി ഇരിക്കുന്നുണ്ട്. ആ വരി വന്നിട്ട് നിങ്ങൾ ചൊല്ലണം. എത്ര തവണ ചൊല്ലണച്ചാല് ഈ കർപ്പൂരം ഉണ്ടല്ലോ എരിഞ്ഞ് അണയുന്നത് വരെയും നിങ്ങൾ ആ ഒരു വാക്യം ചൊല്ലണം. ഇപ്പോ ആ മഹാലിംഗ സൂത്രത്തിലെ ആ ഒരു വരിയെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി കാണിക്കാം. റിപ്പീറ്റഡ്ലി ഞാൻ പറയുകയാണ്, കർപ്പൂരം അണയുന്നത് വരെ അത് നോക്കി നിങ്ങൾ ഈ വാക്യം ചൊല്ലിക്കോളുക, അണഞ്ഞു തീരുന്നത് വരെയും. ഇതാണ് ആ പവർഫുൾ ആയിട്ടുള്ള മന്ത്രം. നോക്കിക്കോളൂ. ഓം ഹരീം കാര മഹാലിംഗായ നമഃ. ഓം ഹരീം കാര മഹാലിംഗായ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ഹരീം കാര മഹാലിംഗായ നമഃ. ഇത് മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി. കർപ്പൂരം അണയുന്നത് വരെയും ചൊല്ലിക്കോളുക. മനസ്സിൽ എന്ത് കാര്യം കരുതിയിരിക്കുന്നുവോ അത് തീർച്ചയായിട്ടും ശിവഭഗവാൻ ചെയ്തു തരുമെന്ന്, മഹാലിംഗൻ എനിക്ക് ചെയ്തു തരും എന്ന് മനസ്സിൽ കരുതി മനസ്സാലെ ആ മഹാലിംഗത്തിനെ മനസ്സിൽ ഏറ്റി നിങ്ങൾ ഇത് ചൊല്ലിക്കോളുക. എത്ര ടൈംസ് നിങ്ങൾ ചൊല്ലുന്നുവോ അത്രയും ഇതിന് ശക്തി കൂടി വരും ഈ മന്ത്രത്തിന്. മഹാലിംഗ സൂത്രം എന്നത് സാധാരണ വിഷയമല്ല. അത് ചൊല്ലാൻ കൂടെ നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊരു വിജയത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ കെയർഫുൾ ആയിട്ട് ചൊല്ലിക്കോളുക. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ലല്ലോ നമ്മൾ വേണ്ടുതൽ വയ്ക്കുന്നത്. അതിന്റെ പിന്നില് കൺദൃഷ്ടി ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, ശരിയാ? സോ നിങ്ങളിത് നന്നായിട്ട് ഉപയോഗിച്ചോളുക. വിജയം പെട്ടെന്ന് പിടിച്ചെടുക്കുന്നത് കഷ്ടമാണ്. നന്നായിട്ട് നിങ്ങൾ ഇത് കെയർഫുൾ ആയിട്ട് ചെയ്തോളുക. എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടില്ല. സോ ഇത് നിങ്ങൾ നന്നായിട്ട് മുറുകെ പിടിച്ചോളുക, ചെയ്തോളുക. ഇത് വന്നിട്ട് ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ശിവഭഗവാനോട് ഈ ഒരു മന്ത്രത്തിൽ വന്നിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് വിജയം ഉറപ്പ്. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ ഇത് ഒക്കത്തില്ല. അതിനുള്ള തടസ്സങ്ങൾ വന്നിട്ടേയിരിക്കും. മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെയ്തോളുക. ഇത് വന്നിട്ട് ഇനി ഏത് സമയത്ത് ചെയ്യാം, സോമവാര തിങ്കളിൽ എപ്പോ ചെയ്യാമെന്ന് ചോദിച്ചാല് അതുപോലെ തന്നെ ഏതെല്ലാം മുറയിൽ ചെയ്യാം എന്ന് നോക്കിയാല് വൈകുന്നേരം 6:30 മേലെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. 6:30 ശേഷം. അത് വന്നിട്ട് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. ഇത് വേറൊന്ന് വന്നിട്ട്
ആഴ്ചയിൽ തിങ്കളാഴ്ച ഒരേ ഒരു തവണ ചെയ്താൽ മതി നിങ്ങൾ. അതുവേ ഓക്കെ താൻ. അതില്ല നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ട് ഭയങ്കര തീവ്രമായിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് ഒരു വീക്കിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ റിസൾട്ട് കിട്ടണം, അങ്ങനെ കരുതുന്നവര് ഈ തിങ്കളാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ്ലി നിങ്ങൾ ഈ സമയം ചൂസ് ചെയ്തിട്ട്, ഇതിപ്പോ രാത്രി വൈകുന്നേരം 6:30 തൊട്ട് രാത്രി 12 മണിക്കുള്ളിൽ എപ്പോഴെങ്കിലും ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്തെടുത്ത് ചെയ്തോളുക. ഇല്ല നിങ്ങൾക്ക് വൈകിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ രാവിലെ നിങ്ങൾ പ്രദോഷ സമയം ചൂസ് ചെയ്തോളുക. ശരിയാ? ഇങ്ങനെ ഈ തിങ്കളാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച വരെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ആ വിഷയത്തിന് വന്നിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഫലം കിട്ടിയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ വീക്കിലി വൺസ് തിങ്കളാഴ്ച മാത്രം ചെയ്യാവുന്നതാണ്. ശരിയാ? ഇത് വന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തോളുക. കോവിലിൽ പോയി ചെയ്യണമെന്നില്ല, വീട്ടിലിരുന്നേ ചെയ്താൽ പോതും. ഇനി ഇത് ചെയ്യുമ്പോൾ റൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും റൂൾസ് ഉണ്ട്. നോൺ വെജ് കഴിക്കാൻ പാടില്ല, പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല, പുലവാലായ്മയുള്ളപ്പോഴും ചെയ്യാൻ പാടില്ല. വേറൊന്ന്, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. ശരിയാ? എന്നാൽ വഴിപാട് ചെയ്യുന്നതിന് മുന്നേ, അതായത് വൈകുന്നേരം 6:30 മേലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ തൊട്ടേ നോൺ വെജ് കഴിക്കാതിരിക്കുക. 6:30 നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡിന്നറിന് നിങ്ങൾക്ക് ധാരാളമായി നോൺ വെജ് കഴിക്കാവുന്നതാണ്. ശരിയാ? ഇത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും ബെറ്ററി എന്നുള്ളത് നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ വന്നു വീഴും. ശരിയാ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.